ദേശീയപാത 185 അടിമാലി മേഖലയിൽ പാതയോരത്ത് അപകടാവസ്ഥയുയർത്തുന്ന മരങ്ങളും മരശിഖരങ്ങളും മുറിച്ചു നീക്കുന്ന ജോലികൾ ആരംഭിച്ചു. NH 185 പൊതുമരാമത്ത് റോഡ്സ് വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് മരങ്ങൾ മുറിക്കുന്നത്. അടിമാലി മുതൽ പനംകുട്ടി വരെ ഏകദേശം 50-നടുത്ത മരങ്ങളാണ് അപകടാവസ്ഥ ഉയർത്തി നിൽക്കുന്നത്. ദേശീയപാത 185 അടിമാലി മേഖലയിൽ പാതയോരത്ത് അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങളും മരശിഖരങ്ങളും മുറിച്ചു നീക്കണമെന്ന ആവശ്യം മഴക്കാലം ആരംഭിച്ചത് മുതൽ ഉയരുന്നതാണ്. അടുത്തിടെ സ്വകാര്യ ബസിന്റെ മുകളിലേക്കുൾപ്പെടെ മരം കടപുഴകി വീഴുകയും ചെയ്തിരുന്നു. ഇതോടെ പ്രതിഷേധം ശക്തമായി. ഈ സാഹചര്യത്തിലാണ് അടിമാലി മുതൽ പാതയോരത്ത് അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങളും മരശിഖരങ്ങളും മുറിച്ചു നീക്കുന്ന ജോലികൾ ആരംഭിച്ചിട്ടുള്ളത്. അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കുന്നതോടെ മരം കടപുഴകി വീണുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാകുമെന്നാണ് പ്രതീക്ഷ. അടിമാലി കുമളി ദേശീയപാതയിൽ റോഡ് സൈഡിൽ നിൽക്കുന്ന വലിയ മലേറിയ വിഭാഗത്തിൽപ്പെട്ടതും മഴമരത്തിൽപ്പെട്ട ഏതാണ്ട് 100 ഇഞ്ചിനൊക്കെ മേളിൽ വണ്ണമുള്ള മരങ്ങൾ ഒരാഴ്ച മുമ്പ് ആദ്യ ഒരെണ്ണം ഓട്ടോറിക്ഷയുടെ പുറത്തേക്ക് വീണു. അത് കഷ്ടിച്ചാണ് ഡ്രൈവർ രക്ഷപ്പെട്ടത്. രണ്ടാമത് അതോട് ചേർന്ന് നിന്ന മരം കടപുഴുകി രാജാക്കാട് നിന്നും തൊടുപുഴയ്ക്ക് പോയിരുന്ന ബസ്സിൻ്റെ മുൻഭാഗത്ത് തന്നെ ഇതുപോലെ വീഴുകയും ഡ്രൈവറുടെ അവസരിതമായ പ്രവൃത്തി മൂലം പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് ഈ മരം വരുന്ന കണ്ടുമിട്ട് കണ്ണാടി പൊട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. ചെറിയ പരിക്കുകളോടെ അത്ഭുതകരമായിട്ടാണ് ഡ്രൈവറും ബാക്കിലുണ്ടായിരുന്ന യാത്രക്കാരും രക്ഷപ്പെട്ടത്. ഇതിനെ തുടർന്ന് വളരെ പഴക്കം ചെന്നതും കേടുപാടുകൾ മരത്തിന് പുറത്തൊക്കെയുള്ള വലിയ മരങ്ങൾ റോഡ് സൈഡിൽ നിൽക്കുന്നതെല്ലാം സോഷ്യൽ ഫോറസ്ട്രിയുടെ ആ മരമെങ്കിലും വെട്ടേണ്ടത് NH ആണ്. NHൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഞങ്ങൾ ഗ്രീൻ കെയർ കേരള ബന്ധപ്പെടുകയും റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നു മുതൽ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ നിൽക്കുന്ന മരം മുതൽ ഓട്ടോ സ്റ്റാൻഡ് അടക്കമുള്ള ലോറി സ്റ്റാൻഡിൽ അപകടമുണ്ടായ ആ പ്രദേശത്തെ അടക്കം എല്ലാ മരങ്ങളും ഇന്നിപ്പോൾ വെട്ടി എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. NH 185 പൊതുമരാമത്ത് റോഡ്സ് വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് മരങ്ങൾ മുറിക്കുന്നത്. അടിമാലി മുതൽ പനംകുട്ടി വരെ ഏകദേശം 50-നടുത്ത മരങ്ങളാണ് അപകടാവസ്ഥ ഉയർത്തി നിൽക്കുന്നത്. അടിമാലിയിൽ നിന്നും കത്തിപ്പാറ വരെ മാത്രം 32ഓളം മരങ്ങൾ അപകടാവസ്ഥ സൃഷ്ടിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്.